ഹലോ അസ്സാം വലൈക്കും. എല്ലാ ഷുണ്ടാപ്പികളും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുകയാണ്. ആദ്യം തന്നെ ഇറ്റ്സ് മീ ബദൂസ്. താങ്ക് യു സോ മച്ച്. എല്ലാവരും നമ്മളെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മളിന്ന് പെരിന്തൽമണ്ണ കണ്ടു പോകുന്നത് കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ ഗൈസ്. അത് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മൾ പമ്പ് കയറി എണ്ണ അടിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എണ്ണ അടിച്ചിട്ടില്ലെങ്കിൽ വണ്ടി ഉരുളൂല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണല്ലേ. അപ്പം നമ്മൾ എണ്ണ അടിച്ചിട്ട് പുറത്തേക്ക് പോകുക കേട്ടോ. നമ്മൾ ഇനി നേരെ പെരിന്തൽമണ്ണക്ക് വിടാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ കുറച്ച് ക്യൂട്ട്നെസ് വാരി വിതറിയിട്ടുണ്ടായിരുന്നു. ക്യൂട്ട്നെസ് അയക്കണോ ഇല്ലയെന്നൊന്നും അറിയില്ല കേട്ടോ. ഇക്കും കട്ടൊക്കെ എൻ്റെ കൂടെ നിൽക്കണ്. ക്യൂട്ട്നെസ് അയക്കണോ ഇല്ലയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം, എന്നാലേ നമ്മൾ വിശ്വസിച്ചുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ കപ്പിൾസ് ആകുമ്പോൾ റൊമാൻസ് മുഖ്യം വെക്കില്ലേ. അപ്പം നമ്മൾ കണ്ണും സോറി ഗൈസ്, കയ്യുമായിരുന്നു സോറി, മാറിപ്പോയതാണ്. അപ്പം നമ്മൾ കുറച്ച് റൊമാൻസ് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുന്നു. നമ്മളെ കുറ്റപ്പെടുത്തിയതും തള്ളി പറഞ്ഞോളൂ. നിങ്ങളെല്ലാവരും ഇത് കാണണം, കണ്ടോളി നിങ്ങൾ, ഞാനാണിതെന്ന്. അങ്ങനെ ഇക്കാക്കൊരു ഫാൻ വെക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ഈ ഷോപ്പിലില്ല കേട്ടോ, ഇത് വേറെ ഷോപ്പാണ്. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ നെസ്റ്റോ കണ്ടോ ആദ്യം പോയത്. അങ്ങനെ നമ്മൾ നെസ്റ്റോയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരം കുറ്റിയാണ് ഇവിടെ ഉള്ളത്. നമ്മൾ എപ്പോഴും ഇവിടെ പെരിന്തൽമണ്ണ നെസ്റ്റോയിലുണ്ടാവും. അങ്ങനെ പാർക്കിങ്ങൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ വണ്ടി പാർക്ക് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ വണ്ടി പുറത്തെവിടെയെങ്കിലും കൊണ്ടിടണം. അപ്പോൾ നമ്മൾ റിച്ച് ആയതുകൊണ്ട് നമ്മൾ അകത്തന്നെ ഇട്ടിട്ടോ. അങ്ങനെ നേരെ നമ്മൾ എസ്കലേറ്ററിൽ കയറിയിട്ട് നമ്മൾ നേരെ ആകാശത്തേക്ക്, സോറി ഗൈസ്, നമ്മൾ നെസ്റ്റോൻ്റെ അകത്തേക്ക് കയറാൻ പോകട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള മിററൊക്കെ എൻ്റെ ഒരു ഹരാണ് ഗൈസ്. ഇത് എവിടെ പോയാലും ഇങ്ങനത്തെ മിറർ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ നിർബന്ധമാണ്. വീണ്ടും ഞങ്ങൾ അതിൻ്റെ ഉള്ളൊന്നും ക്യൂട്ട്നെസ് വാരി വിതറിയിട്ടുണ്ട്. അയക്കണോ ഇല്ലയോ നിങ്ങൾ പറയണം കേട്ടോ. പിന്നെ ഈ തോളത്ത് എന്താണ് ഈ ഒറങ്ങോട്ടം കിടക്കണം മാതിരി എന്ന് വിചാരിക്കേണ്ട, അത് ഇക്കാൻ്റെ പാൻറ്റാണ്. കാരണം ഇക്കാക്ക് പാൻറ്റ് എടുക്കാൻ ഉസാറാണ്, പക്ഷെ അത് പിടിക്കാൻ ഇഷ്ടമല്ല. അപ്പം നിങ്ങൾ ചോദിക്കും ട്രോളില്ലേന്ന്, പക്ഷേ ട്രോളി എനിക്ക് പിടിക്കാനും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ എന്ത് സാധനം എടുത്താലും ഇങ്ങനെ കൈ പിടിച്ച് നടക്കും, അതാണ് എൻ്റെ ഒരു ഹോബി. പിന്നെ ഇക്കൊരു ചെരുപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു. ചെരുപ്പ് ആൾ ഇട്ട് നോക്കി, പക്ഷെ വല്ലാണ്ട് അങ്ങോട്ട് പിടിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനൊന്നും അങ്ങോട്ട് പറയാൻ പോയില്ല. അത് കഴിഞ്ഞിട്ട് ഇക്കൊരു ബാങ്കിളൊക്കെ നോക്കിട്ടോ. പക്ഷേ ആളെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഗൈസ്, എല്ലാതും നോക്കും പക്ഷെ എടുക്കൂല, അതാണ് ആളെ ഒരു ഹൈലൈറ്റ്. പിന്നെ ഇങ്ങനത്തെ ഒരു വീഡിയോ നിർബന്ധമല്ലേ, അപ്പോൾ ഞങ്ങൾ അത് കൊടുത്തു കേട്ടോ. പിന്നെ ഇക്കാക്ക് ഡ്രസ്സ് എടുക്കാൻ വന്ന ഗ്യാപ്പിൽ ഞാനും തന്നെ ഒരു പുള്ളി ഷർട്ട് എടുത്തിട്ടുണ്ട്. ഈ ഷർട്ട് കാണുമ്പോൾ എനിക്ക് സുക്കൂർ സുന്ദരനാ ഓന് വല്ലാത്ത സംഭവമാ അങ്ങനെ തോന്നി എന്നാണ് ഫിദ എന്നോട് പറഞ്ഞത്. അങ്ങനെ അതും ബില്ല് ചെയ്തിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി ഞാൻ വാഷ്റൂമിൽ പോയ രംഗമാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് സെക്ഷനിക്കൊക്കെ ഒന്ന് പോയി നോക്കിയപ്പോൾ ഇവിടെ ഉണ്ടോ ഒരാൾ തലമ്മ തക്കാളിയൊക്കെ വെച്ച് നിൽക്കണ്. പിന്നെ ഇതാ കുറേ ഡോണറ്റ്സും കാര്യങ്ങളും സ്വീറ്റ്സും ഒക്കെ ഉണ്ട് കേട്ടോ, കേക്ക് ഐറ്റംസ്. പിന്നെ എന്തൊക്കെയാണെന്നറിയോ, അതിൻ്റെ ഉള്ളിലൊരു ലോകാണ് ഗൈസ്, പോയാൽക്കൊക്കെ അറിയുണ്ടാവും. അങ്ങനെ ബിരിയാണി റൈസും ഇതും പൊളിയാണ് കേട്ടോ. ഞങ്ങൾ ബിരിയാണി റൈസും കുറച്ച് ലിവർ ഫ്രൈയും വാങ്ങിയിട്ടുണ്ടായിരുന്നേ. പൊളി സാധനം കഴിച്ചപ്പോഴാണ് മനസ്സിലായത്. അതും ബില്ലാക്കിയിട്ട് അങ്ങനെ നേരെ നമ്മൾ നെസ്റ്റോല് ടാറ്റ പറഞ്ഞിട്ട് നമ്മൾ പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സി യു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.